ഫിറഔനിന്റെ അരികിലേക്ക് മൂസാ നബിയും ഹാറൂൻ നബിയും അലൈഹിമസ്സലാം ചെല്ലുകയാണ്. ഫിറഔനിന്റെ കൊട്ടാരത്തിൽ, അവന്റെ രാജസദസ്സിൽ, അവന്റെ പ്രധാനപ്പെട്ട ആളുകളും പ്രമാണിമാരും എല്ലാം ഇരിക്കുന്ന സദസ്സിലേക്ക് ഈ രണ്ട് മഹാന്മാരായ റസൂലുകൾ അവർ രണ്ടുപേരും ചെന്ന് അവനോട് പറഞ്ഞു, ഇന്ന റസൂൽ റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹു നിയോഗിച്ച റസൂലുകളാണ്. ഇസ്രായേൽ മക്കളെ നീ ഈ പീഡനവും അതിക്രമവും അവരോട് ചെയ്യാതെ അവരെ മോചിതരാക്കുകയും ഞങ്ങളുടെ കൂടെ അവരെ അയക്കുകയും വേണം. റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അവൻ മനസ്സിലാക്കുമാറ് രണ്ട് നബിമാരും അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹു ഉണ്ട് എന്നതിനെ നിഷേധിച്ചവർ ലോക ചരിത്രത്തിൽ വളരെ വളരെ വിരളമാണ്. എന്നാൽ അവരിൽ പ്രധാനിയാണ് ആര്? ഫിറഔൻ. അതുകൊണ്ട് ലോകത്തെ നിരീശ്വരവാദികളുടെ റബ്ബില്ല എന്ന് പറയുന്നവരുടെ മുഴുവൻ ഇമാമാണ് ആര്? ഫിറഔൻ. കാരണം ഈ വാദം പറഞ്ഞതായി ചരിത്രത്തിൽ അറിയപ്പെട്ടവർ വളരെ കുറവാണ്. അത് പറഞ്ഞ ഒരുവനാണ് ആര്? ഫിറഔൻ. അള്ളാഹു ഖുർആനിൽ അവന്റെ ഭയാനകരമായ വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ എന്താണ് പറഞ്ഞത്? അവൻ പറഞ്ഞത് നമുക്ക് കാണാം. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത വേറെ ഒരു ഇലാഹ് നിങ്ങൾക്കുള്ളതായി എനിക്കറിയില്ല. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ നിങ്ങളുടെ റബ്ബ്. നോക്കൂ അവന്റെ അഹങ്കാരം നോക്കൂ. ഫിറഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ. സൂറത്ത് താഹയിൽ കാണാം നിങ്ങളുടെ രണ്ടുപേരുടെ റബ്ബ് ആരാണ്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം അതിനിടയിലുള്ളതിന്റെയും എല്ലാം റബ്ബ്. ഖാല റബ്ബുക്കും വറബ്ബു അബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും റബ്ബ്. ഫിറഔൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അവനവന്റെ ചുറ്റുമുള്ള ആളുകളോട് മൂസാ അലൈഹിസ്സലാമിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അലാ തസ്മഊൻ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? എന്തായി പറയുന്നത്? പരിഹാസമാണ്. നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ റസൂൽ ഒരു മജ്നൂനാണ്. മജ്നൂൻ എന്നാൽ എന്താണ്? ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മൂസ അലൈഹിസ്സലാം ഫിറഔനോട് സംസാരിച്ചു. ആ സമയത്ത് അവൻ അതാ എന്താണ് നിന്റെ തെളിവ് എന്ന് പറയുക. അതുപോലെ ഭീഷണിപ്പെടുത്തി. എന്ത്? ഞാനല്ലാത്ത ഒരു ഇലാഹിനെ സ്വീകരിച്ചാൽ നിന്നെ ജയിലിലിടും. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അവലോ ജിഅ്തുക ബിശൈഇൻ മുബീൻ, വ്യക്തമായ ഒരു തെളിവ് ഞാൻ കൊണ്ടുവന്നാലോ? അവൻ പറഞ്ഞു, കൊണ്ടുവരും. മൂസ അലൈഹിസ്സലാം വടി താഴേക്കിടുകയാണ്. വടി താഴേക്കിട്ടപ്പോൾ അത് അള്ളാഹു നിശ്ചയിച്ചതുപോലെ ആ വലിയ, കണ്ടാൽ ഭയന്നു പോകുന്ന വൻ വലിപ്പമുള്ള പാമ്പായി മാറി. ഫിറഔനും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ പേടിച്ചു അത് കണ്ടപ്പോൾ. ശരിക്കും അവരെ ഭയം പിടികൂടി. മൂസ അലൈഹിസ്സലാം കൈ കക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും പുറത്തെടുക്കുകയും ചെയ്തു. അത് വെട്ടിത്തിളങ്ങി. ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ, ആശ്ചര്യപ്പെടുത്തി കളഞ്ഞ ദലീലാണ്. പക്ഷേ അവൻ ഒരിക്കലും സത്യം അംഗീകരിക്കുകയില്ല. അവൻ പറഞ്ഞു, ഇത് ശരിയായ പഠിച്ചു വന്നൊരു സാഹറാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാമിനെ ഫിറഔൻ വെല്ലുവിളിക്കുകയാണ്. ഇതിനേക്കാളും വലിയ സിഹർ ഞാൻ കൊണ്ടുവരും, എന്നിട്ട് ഇതിനെ ഞാൻ പരാജയപ്പെടുത്തും. തയ്യാറാണോ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, തയ്യാറാണ്. ഫിറഔൻ അതാ അവന്റെ നാടിന്റെ നാനാഭാഗങ്ങളിലേക്കും സിഹർ പഠിച്ച അതിൽ അഗ്രഗണ്യന്മാരായ ആളുകളെ കൊണ്ടുവരാൻ പറയുകയാണ്. അത് പഠിച്ചെടുത്ത ആളുകളാണ്. ഈ സിഹർ അവിടെ ഫിറഔനിന്റെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്ന്. അത് പഠിച്ച അഗ്രഗണ്യന്മാരായ ആളുകളെ കൊണ്ടുവന്നു. അവരുടെ എണ്ണം ഒരുപാടുണ്ടായിരുന്നു. ചില മുൻഗാമികൾ പറഞ്ഞു 70 പേരുണ്ടായിരുന്നു. വേറെ ചിലർ ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആലം. ആ വന്ന ആളുകളുടെ എണ്ണം എന്നാലും എന്തായാലും എന്തല്ല, ചില്ലറയല്ല. അതാ അവർ നിശ്ചയിച്ച ദിവസം വന്നു. മൂസാ നബി അലൈഹിസ്സലാം സാഹിറുകൾ മുന്നിൽ വന്നപ്പോൾ ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് അവരെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. നോക്കൂ നിങ്ങൾ, എന്തൊരു നസീഹത്താണ് അള്ളാഹുവിന്റെ നബിമാർ. വന്ന ഉടനെ എന്നാ വരും എന്ന് പറഞ്ഞ് മത്സരം തുടങ്ങിയല്ല. മൂസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബൻ ഫയുസ്ഹിതകും ബിഅദാബ്, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കളവ് കെട്ടി ചമക്കരുത്, അള്ളാഹു നിങ്ങളെ അവന്റെ ശിക്ഷ കൊണ്ട് പിടികൂടും, അവൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് അവർക്ക് നസീഹത്ത് നൽകി. ആ സമയത്ത് അവർക്ക് ആദ്യം ഒരു അങ്കലാപ്പ് അവർക്കിടയിലുണ്ടായി, ചെയ്യണോ വേണ്ടേന്ന്. പിന്നീട് അവർ വീണ്ടും പഴയ തീരുമാനത്തിലേക്ക് തന്നെ മടങ്ങി. അല്ല, ഇവർ രണ്ടുപേരും നിങ്ങളെ, ഈ മിസ്റിലെ ആളുകളെ പുറത്താക്കലാണ് ഇവരുടെ ഉദ്ദേശം. ഇവരുടെ സിഹർ കൊണ്ട് മറ്റുള്ള ആളുകളുടെ ദീൻ നശിപ്പിക്കാൻ വന്നവരാണ്. ഈ ഏറ്റവും നല്ല തരീഖത്തുകുമുൽ മുസ്ല എന്നാണ് ഫിറഔൻ പറഞ്ഞത്. നിങ്ങളുടെ ഏറ്റവും നല്ല മാർഗം അത് നശിപ്പിക്കാൻ വന്നവരാണ്. എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം? ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വടിയും കയറുമൊക്കെ താഴെ ഇടണോ? മൂസ, അല്ല നീയാണോ ഇടുന്നത്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ബൽ അല്ല, നിങ്ങൾ ഇട്ടുകൊള്ളു. അങ്ങനെ അവരെല്ലാം അവരുടെ വടികളും കയറുകളും താഴെ ഇടുകയാണ്. അതെല്ലാം അവരുടെ സിഹർ കാരണത്താൽ ചലിക്കുന്നതായി, അതെല്ലാം ഓടുന്നതായി ആളുകൾക്ക് തോന്നി. ആളുകൾക്കൊക്കെ തോന്നാണ് എന്ത്, ഇത് ചലിക്കുന്ന പാമ്പുകളായി ഇത് മാറിയത്. മൂസ അലൈഹിസ്സലാമിന് ആ സമയത്ത് മനസ്സിൽ ഭയം തോന്നി. അത്രയും വലിയ സിഹറാണ് അവർ കൊണ്ടു. ഖുർആൻ അള്ളാഹു പറഞ്ഞത് കാണാം, വജാഉ ബിസിഹ്റിൻ അളീം, വലിയ സിഹറാണ് അവർ കൊണ്ടുവന്നത്. മൂസ അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഭയം തോന്നി. അള്ളാഹു പറഞ്ഞു, ലാ തഖഫ് ഇന്നക അൻതൽ അഅല, താങ്കൾ തന്നെയാണ് മുകളിലെത്തുക, അവരെ പരാജയപ്പെടുത്തുക. അള്ളാഹു റബ്ബുൽ ആലമീൻ വഹി നൽകി, വടി താഴെയിടുക.
മൂസ അലൈഹിസ്സലാം വടി താഴെയിട്ടു. അതതാ അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും വലിപ്പത്തിലുള്ള വലിയ കടുത്തുള്ള അതിവേഗം ചലിക്കുന്ന ഒരു മഹാസർപ്പമായി അത് മാറി. എന്നിട്ട് ഇവർ ഈ ഉണ്ടാക്കി വിട്ടതിനെ മുഴുവൻ ഞൊട്ടിയുടെ നേരം കൊണ്ട് അതിനെ മുഴുവൻ വിഴുങ്ങിക്കളഞ്ഞു. എന്താണ് ഉണ്ടായത്? ഈ സെഹറിന്റെ ആളുകൾക്ക് മനസ്സിലായി ഇതൊരിക്കലും സെഹറല്ല, സെഹർ കൊണ്ട് ഇത് സാധിക്കുകയില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുക എന്നത് ഒരിക്കലും സെഹർ കൊണ്ട് സാധ്യമല്ല. ഒരു പാറക്കല്ലിനെ സ്വർണ്ണമാക്കി മാറ്റാൻ സാധ്യമല്ല സെഹർ കൊണ്ട്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്തുണ്ടായി? ആ സാഹിറന്മാർ മുഴുവൻ സുജൂദിൽ വീണു. അവർ പറഞ്ഞു, ഞങ്ങളിതാ മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അവർ മുഅ്മിനീങ്ങളായി സുജൂദിൽ വീണു. ഞങ്ങൾ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസാ നബിയുടെ ഹാറൂന്റെയും റബ്ബിൽ. അത് പ്രത്യേകം പറഞ്ഞു. അല്ലാഹു അലം എന്തുകൊണ്ടാണ്? കാരണം അവിടെ വേറൊരുത്തരുണ്ട് റബ്ബാന്ന് പറഞ്ഞ് നടക്കുന്നവൻ. ഫിറഔൻ ഉടനെ അവന്റെ തന്ത്രം നേരെ അട്ടിമറിക്കുകയാണ്. അവൻ പറഞ്ഞ ന്യായം കേൾക്കണം, എന്നോട് അനുവാദം ചോദിക്കാതെ നിങ്ങൾ വിശ്വസിക്കുകയോ? അവനുമായൊന്ന് കൂടി ആലോചിച്ചിട്ട് വിശ്വസിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കണം. മുഫസ്സിറുകൾ പറഞ്ഞു, അവരെ ഫിറഔൻ കൊലപ്പെടുത്തി. അവർ പറഞ്ഞു, രാവിലെ സാഹിറുകളായി വന്നവർ വൈകുന്നേരം ശുഹദാക്കളായി മരണപ്പെട്ടു. നേരത്തെ വന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് പോരാടാൻ, ഹക്കിനെ എതിർക്കാൻ. പക്ഷെ അവരുടെ അന്ത്യം എന്തായി? ശുഹദായി അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നാണ്.